മാലിന്യ സംസ്കരണ രംഗത്ത് യുവതി-യുവാക്കളുടെ ഇടപെടൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. പൊന്നാനി നഗരസഭ ടൂറിസം ഡെസ്റ്റിനേഷൻ വിവിധ പദ്ധതികളുടെയും കുടുംബശ്രീ കാർണിവലിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശുചിത്വം ഒരു സംസ്കാരമാക്കി മാറ്റിയെടുക്കണം. മാലിന്യമുക്ത നവകേരളം പ്രചരണ പരിപാടി മുന്നോട്ടുവച്ച ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് യുവശക്തിയെ വിനിയോഗിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഭാവിയുടെ വാഗ്ദാനവും സമൂഹത്തിന്റെ കരുത്തുമായ യുവജനങ്ങളെ ഒഴിച്ചു നിർത്തി മാറ്റം സാധ്യമാകില്ല. യുവതിയുടെ ഇടപെടൽ സമൂഹത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ വരുന്ന എല്ലാ വീടുകളിലും ബയോ ബിന്നുകൾ ഉറപ്പാക്കണം. പൊതുസ്ഥലങ്ങളിൽ അറിയിപ്പ് ബോർഡുകളും വേസ്റ്റ് ബിന്നുകളും സ്ഥാപിക്കണമെന്നും CCTV ക്യാമറകൾ പ്രവർത്തന സജ്ജമാക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നഗരസഭയെ അതിന്റെ ഭാരവാഹികളെ കൃത്യമായി അഭിനന്ദിക്കുകയാണ്. മാതൃകാപരമായ ഒരു ടേക്ക് എ ബ്രേക്ക് പദ്ധതി നടപ്പാക്കിയതിനും മാലിന്യം കുമിഞ്ഞുകൂടിയിരുന്ന ഒരു ഡംപിംഗ് സൈറ്റ് പാർക്കാക്കി മാറ്റിയതിനും ഇതൊരു ഭാവനാപൂർണമായിട്ടുള്ള പദ്ധതിയാണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ ഈ കേരളം മുഴുവൻ നടന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചെയ്യണമെന്നാണ്. അതിവിടെ ചെയ്തിരിക്കുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ശുചിത്വം ഒരു സംസ്കാരമാക്കിയിട്ട് നമുക്ക് മാറ്റണം. നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? നാട്ടിൽ മുഴുവൻ വൃത്തികേടാക്കുന്നതിൽ ആർക്കും ഒരു അനവസരം തോന്നുന്നില്ല. മാലിന്യം വലിച്ചെറിയുന്നതിൽ, മാലിന്യം കൊണ്ട് തട്ടുന്നതിൽ ഒരു പ്രശ്നമില്ല. ഇത് ശാസ്ത്രീയമായി സംസ്കരിക്കാൻ ഒരു പ്ലാന്റ് വരുന്നു എന്ന് കേട്ടാൽ അപ്പ കുടിപിടിച്ച് സമരം ചെയ്യാൻ വരെ. എത്ര ആലോചിച്ചാലും മനസ്സിലാവാത്തൊരു യുക്തിയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ ആരെങ്കിലും സമരം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമരം ചെയ്യേണ്ടത് ഇവിടെയും ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് വേണം, എന്തുകൊണ്ടാണ് ഇവിടെ തുടങ്ങാത്തത് എന്ന് ചോദിച്ചാൽ സമരം ചെയ്യേണ്ടത്. നമുക്ക് ബോധമുണ്ടെങ്കിൽ അങ്ങനെ സമരം ചെയ്യേണ്ടത്. കാരണം അത്ര വലിയ പ്രശ്നമപ്പോ എത്ര കാലം നമ്മളിത് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കും? ഒഴിഞ്ഞ സ്ഥലം നോക്കിയിട്ട് ഇരുട്ടത്ത് അല്ലെ ഒളിച്ച് പോയിട്ട് വലിച്ചെറിയ, അതാണ്. രാത്രിയാവാൻ കാത്തിരിക്കും. നിലയോര പാതയിൽ നിർമ്മാണം പൂർത്തീകരിച്ച വഴിയോര വിശ്രമ കേന്ദ്രം, ടേക്ക് എ ബ്രേക്ക്, പുഴമുറ്റം പാർക്ക്, വാട്ടർ ATM എന്നിവയുടെയും നിർമ്മാണം ആരംഭിക്കുന്ന ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ, കലിസ്തനിക് പാർക്ക്, മോത്തിലാൽ ഘട്ട് ഓപ്പൺ എയർ ഓഡിറ്റോറിയം, മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ, ഹാപ്പിനെസ് പാർക്ക് എന്നിവയുടെയും ഉദ്ഘാടനവും പൊന്നാനി നഗരസഭ ഭരണസമിതിയുടെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് 3 ദിവസങ്ങളിൽ നിലയോര പാതയിൽ സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ കാർണിവലിന്റെയും ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ഫെബ്രുവരി 26 വരെയാണ് നിലയോര പാതയിൽ കുടുംബശ്രീ ഒരുക്കുന്ന കാർണിവൽ നിലയോര പാതയിൽ നടക്കുക. രുചിവൈവിധ്യങ്ങളുടെ ഭക്ഷ്യമേള, ഉൽപ്പന്ന വിപണനമേള, എത്തനിക് ഫുഡ് കോർട്ട്, സംരംഭക സംഗമവും, സംഗീത സന്ധ്യ, ഡാൻസ് ബീറ്റ്, യൂത്ത് ഫെസ്റ്റ് തുടങ്ങി 3 ദിവസം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികളും നടക്കും. ചടങ്ങിൽ കുടുംബശ്രീ അംഗങ്ങളുടെ സംരംഭമായ മൈ ലേഡിയുടെ ലോഗോ പ്രകാശനവും നടന്നു. പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു. പൊന്നാനി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ രജീഷ് ഉപാല, OO ഷംസു, ഷീന സ്വദേശൻ T. അബ്ദുൽ ബഷീർ, അജീന ജബ്ബാർ, വാർഡ് കൌൺസിലർ കവിത ബാബു, മുൻ നഗരസഭാ ചെയർമാൻ CP മുഹമ്മദ് കുഞ്ഞി, പൊന്നാനി നഗരസഭാ സെക്രട്ടറി സജിറൂൺ തുടങ്ങിയവർ പങ്കെടുത്തു. NCV ന്യൂസ് പൊന്നാനി. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.